എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ 143 ചാപ്റ്ററാണ്. 143ാമത്തെ ചാപ്റ്ററാണ്. ഇതുവരെ ചെയ്ത ചാപ്റ്റേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ അത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പാർട്ട് 4 ആണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ 4-5 ദിവസമാകുന്നുള്ളൂ. അപ്പോൾ 4-5 ദിവസം കൊണ്ട് നമ്മൾ 4 വീഡിയോകൾ ഇട്ടു. അപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും. സപ്പോർട്ട് വേണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഷിനോബുവിൻ്റെ കുടുംബം കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഷിനോബുവിൻ്റെ അച്ഛന്, അമ്മ, ഷിനോബുവിൻ്റെ സിസ്റ്റർ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ വളരെ സന്തോഷപരമായിട്ടായിരുന്നു ഇവരുടെ കുടുംബം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം ചെറിയ സമയം കൊണ്ട് തന്നെ ഇല്ലാതായിപ്പോയി. ഷിനോബു ഹാപ്പിനെസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു തിൻ ലെയർ ഓഫ് ഗ്ലാസ് പോലെയാണ്. അത് അവളുടെ ലൈഫിൽ നിന്ന് ഉടഞ്ഞു പോകാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അന്ന് അവളുടെ കുടുംബം മൊത്തം ഇല്ലാണ്ടായ സമയത്ത് രക്ഷിക്കാൻ വന്നത് സ്റ്റോൺ ഹാഷറായിരുന്നു. അന്ന് അവൾക്ക് മനസ്സിലായി, ഈ ലോകത്ത് ഇങ്ങനത്തെ ആൾക്കാർ മാത്രമല്ല, ആൾക്കാരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി വർക്ക് ചെയ്യുന്ന ഇവരെ പോലുള്ള ആൾക്കാരുമുണ്ട്. അങ്ങനെയാണ് ഇവർ ഡീമൺ ഹണ്ടേഴ്സിൽ ചേരാമെന്ന് തന്നെ തീരുമാനിച്ചത്. അന്ന് അതേ ദിവസം തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യാണ്, ഈ ലോകത്ത് നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഡീമൺസിനെ നമ്മൾ ഇല്ലാണ്ടാക്കുമെന്ന്. ഉടനെ തന്നെ ഫ്ലാഷ് ബാക്കിന് വെളി വരുവാണ്. അപ്പോൾ ഇപ്പം കാണുന്നത് നമ്മുടെ ഷിനോബു ഡോമനെ വാളുകൊണ്ട് കഴുത്തി കുത്തിയിട്ട് പൊക്കി മുകളിലേക്ക് എറിയാണ്. എന്നിട്ട് പറയാണ്, ഒരു ഡീമനെ എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയാൽ 10 പേരെ രക്ഷിച്ച പോലെയാണ്. എന്നാൽ ഒരു അപ്പർ മൂൺ ഡീമനെ ഡിഫീറ്റ് ചെയ്താലോ 100 പേരെ രക്ഷിച്ച പോലെയാണ്. ഇത് പറ്റുമോ ഇല്ലയോ എന്നൊന്നും നോക്കിയിട്ട് ചെയ്യല്ല, പക്ഷേ എനിക്കിത് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവളുടെ മനസ്സിലൊരു തോട്ട് പോലെ ടാഞ്ചുറിനെ കാണിക്കുന്നുണ്ട്. ടാഞ്ചുറി ചോദിക്കുന്നുണ്ട്, ആരും ആംഗ്രി എന്ന്. അവൾ പറയുന്നുണ്ട്, അതെ, ഞാൻ ദേഷ്യത്തിലാണ്. ഞാൻ കുറേ നാളായിട്ട് ദേഷ്യത്തിലാണ്. എൻ്റെ പേരൻസിനെ കൊന്നു, എൻ്റെ സിസ്റ്ററിനെ കൊന്നു, കനവ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊന്നു. ഇതുപോലെ തന്നെയാണ് പെണ്ണുങ്ങളുടെ കാര്യത്തിലും. അവരുടെ പേരൻസിനെ കൊന്നില്ലായിരുന്നെങ്കിൽ അവർ നല്ലൊരു സന്തോഷമായിട്ടുള്ള ലൈഫ് ഇപ്പോൾ കൊണ്ടുപോയതിനായിരുന്നു. എന്തുകൊണ്ടാണ് ഇവൻ്റെ ദേഹത്ത് മാത്രം എൻ്റെ പോയിസൺ വർക്കാകാത്തത്? ഇത് കഴിഞ്ഞ പാടെ നമ്മുടെ ഷിനോബുവിനെ മലത്തി ഡോമ അടിക്കുകയാണ്. എന്നിട്ട് അവളെ ഹഗ് ചെയ്തിട്ട് അവളുടെയൊക്കെ പറയാണ്, നീ നല്ലപോലെ ഹാർഡായിട്ട് വർക്ക് ചെയ്തു, നിന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നീ ചെയ്തു, മതി വിട്ടേര്, നിന്നെക്കൊണ്ട് ഇത്രേ പറ്റൂ. നിന്നെപ്പോലെ വീക്കായിട്ടുള്ള പെണ്ണ് ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ നീ അതെല്ലാം ഓവർകം ചെയ്തു. നീ ഇതുവരെ ചത്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെ ഒരു വലിയ മിറാക്കിളാണ്. നീ എന്നിലൂടെ ജീവിക്കും. നിനക്കെന്തെങ്കിലും അവസാനമായിട്ടുള്ള വാക്കുകളെല്ലാം പറയാനുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ ഷിനോബു ഡോമയുടെ മുഖത്ത് നോക്കി പറയാണ്, റോട്ട് ഇൻ ഹെൽ. പെട്ടെന്ന് തന്നെ ആരോ ഡോറ് തുറക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അതും വേറെ ആരുമല്ല, നമ്മുടെ കനവുമാണ്. കനവ് വരുമ്പോൾ തന്നെ കാണുന്നത് ഷിനോബുവിനെ ഡോമ അബ്സോർബ് ചെയ്യുന്നതായിട്ടാണ്. അതെ, ഡോമ അബ്സോർബ് ചെയ്ത് ഷിനോബുവിനെ കൊല്ലാൻ നോക്കുകയാണ്. അവൾ ഉടനെ തന്നെ മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ ഫ്ലവർ ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഡോമ പറയുന്നുണ്ട്, ദാറ്റ് വാസ് ടു ക്ലോസ്. അതായത് അവൾ ഏകദേശം ഓൾമോസ്റ്റ് അവൻ്റെ അടുത്തെത്തി കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ അവളോട് പറയാണ്, അബ്സോർപ്ഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ലാഷ് ചെയ്യല്ലേ. കനവ് അവിടെ ഞെട്ടി ധരിക്കുകയാണ്. മറ്റൊന്നുമല്ല കാരണം, ഷിനോബുവിനെ ഡോമ കൊല്ലുകയാണ്. ഷിനോബു ഏകദേശം ഫിനിഷായി ഗോയ്സ്. മൈ ഗോഡ്. ഡോമ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ രാത്രി ഏതായാലും കൊള്ളാം. ഒന്നിനു പുറകെ ഒന്നായിട്ട് എനിക്കിങ്ങനെ മീൽസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ ഫുഡ് കഴിച്ച് മരിക്കും. കനോവ ഏകദേശം ഇത് കണ്ടപാടെ തീർന്ന വട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ജെനിറ്റ്സുനെയാണ്. ജെനിറ്റ്സു എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം നീ അവിടെ ഉണ്ടെന്ന്, ഇറങ്ങി വാ മര്യാദയ്ക്ക്. അപ്പോൾ അകത്തുനിന്നൊരു വോയിസ് കേൾക്കാം, നിനക്ക് നിന്റെ സീനിയേഴ്സിനെ നേരെ ബഹുമാനിക്കാൻ അറിയത്തില്ലല്ലേ? ഇങ്ങനെയാണോ എന്നെ അഡ്രസ്സ് ചെയ്യുന്നത്? നീ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി കാണും, പക്ഷേ എനിക്ക് നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ. എന്നിട്ട് പറയുന്നുണ്ട്, ലോങ് ടൈം നോ സീ സെനിറ്റ്സു, കുറേ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. അപ്പോഴത്തേക്ക് സെനിറ്റ്സു പറയുന്നുണ്ട്, കൈകാക്കു, നീ ഇപ്പോൾ ഒരു ഡീമൺ അല്ലേ? നീ ഇനി എൻ്റെ സീനിയറോ അല്ല, ഒരു മാങ്ങയല്ല. യു ആർ നോ ലോങ്ങർ മൈ സീനിയർ. അവിടെ വെച്ചാണ് നമ്മുടെ 143ാമത്തെ ചാപ്റ്റർ എൻഡ് ആകുന്നത്. അപ്പോൾ ഉടനെ 144 ബാക്കിയുള്ള വീഡിയോസും വരുന്നതായിരിക്കും. ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ തുടക്കം തൊട്ട് 140 തൊട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലേ കയറി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണെന്നവരെ, ബായ്.